ഹായ് ഫ്രണ്ട്സ്, പേസി ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 6 ആഴ്ച കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 6ാമത്തെ ആഴ്ചയിലത്തെ റിവിഷൻ മോക്ക് ടെസ്റ്റാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയിലും വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്, ആ ആഴ്ചയിലെടുത്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നാച്ചുറൽ സയൻസ്, പൊതുജനാരോഗ്യത്തിൽ നിന്ന് വനങ്ങളും വനവിഭവങ്ങളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കും, ഇന്ത്യ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഈ പറയുന്ന ഇത്രയും ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ കൂട്ടിയിട്ട് ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, അതാണ് മെയിനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്കൊരു രണ്ടാഴ്ചത്തോളം ഇനിയും കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുന്നതാണ്. മാത്സിലെ കുറച്ച് ടോപ്പിക്സും കൂടെ ഉണ്ട്. നമ്മൾ എക്സാമിന് മുന്നേ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അതേപോലെ തന്നെ PYQs ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എക്സാമിന് മുന്നേ ആയിട്ട് സിലബസ് കവർ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ധൈര്യമായിട്ട് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാ വീഡിയോസും അടങ്ങിയിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ എല്ലാ വീഡിയോസും കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട് നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 40 PYQs ആണ്. PYQs ഉൾപ്പെടുത്തി അതിൽ ചിലതൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും വികസനവും നിർവഹിക്കുന്ന സ്ഥാപനം NHAI ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ദേശീയപാത വികസന പദ്ധതി ഭാരത് മാലയാണ്. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ D ആണ്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ D എന്താ? മഹാരാഷ്ട്രയല്ല, ഏതാണ്? കേരളമാണ്. കേരളമാണ് മുഴുവൻ ഗ്രാമങ്ങളെ റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇനി സുവർണ ചതുഷ്കോണത്തിൽ ഉൾപ്പെടാത്ത നഗരം ഏതാണെന്നാണ്. മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ. ഏതാണ്? ബാംഗ്ലൂരാണ് ഇതിൽ ഉൾപ്പെടാത്തത് ബാംഗ്ലൂരാണ്. ഏതൊക്കെയാണ്? സുവർണ ചതുഷ്കോണം എന്ന് പറഞ്ഞാൽ 4 നഗരങ്ങളാണ്. മുംബൈ, ഡൽഹി, ചെന്നൈ, പിന്നെ ഏതാണുള്ളത്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്നതാണ് നാഷണൽ വാട്ടർവേ 3. നാഷണൽ വാട്ടർവേ 3 ആണ്. ഇനി ചേരുംപടി ചേർക്കാനാണ്. നാഷണൽ വാട്ടർവേ 1 തന്നിട്ട്, 2 തന്നിട്ട്, 3 തന്നിട്ട്, 4 തന്നിട്ട്. അപ്പോൾ ഏതാണ്? 1 എന്ന് പറയുന്നത് അലഹബാദ് ഹാൽഡിയയാണ്, തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. 2 എന്ന് പറയുന്നത് ഏതാ? സാദിയ ദുബ്രിയാണ്. 3 കേരളത്തിലൂടെ കടന്നു പോകുന്ന കൊല്ലം, കോഴിക്കോട്. 4 എന്ന് പറയുന്നത് കാക്കിനാട, പുതുച്ചേരി. കാക്കിനാട, പുതുച്ചേരിയാണ്. അതായത് A2, B3, C4. A2, B3, C4, D1. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നോയിഡയാണ്. നോയിഡ. പൂർവ്വതീര തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ പൂർവ്വതീരം കിഴക്കു ഭാഗത്തുള്ളതാണ്. അതിൽ ഉൾപ്പെടാത്തതിലേതാ? ദീൻദയാലാണ്. അതെവിടെയാണ്? പശ്ചിമതീരം. ദീൻദയാൽ വരുന്നത് പശ്ചിമതീര തുറമുഖങ്ങളിലാണ്. പോർട്ട് ബ്ലെയർ, വിശാഖപട്ടണം, കാമരാജൻ, ഇതൊക്കെ ഏതാണ്? പൂർവ്വതീര തുറമുഖങ്ങളാണ്. ചേരുംപടി ചേർക്കാനാണ്. താൽച്ചർ. താൽച്ചർ എവിടെയാണ്? ഒഡീഷയിലാണ്. കോർബ ഛത്തീസ്ഗഡ്, രാമഗുണ്ടം തെലുങ്കാന, കോട്ട രാജസ്ഥാൻ. കോട്ട രാജസ്ഥാൻ. ഇതെല്ലാം ടെക്സ്റ്റിലുള്ളതാണ്. താൽച്ചർ എവിടെയാണ്? ഒഡീഷയാണ്. കോർബ ഛത്തീസ്ഗഡ്, രാമഗുണ്ടം തെലുങ്കാന, കോട്ട രാജസ്ഥാൻ. അപ്പോൾ ഏതാ വരുന്നത്? A2. ഇപ്പോൾ ഓപ്ഷൻ C ആണ്. A2, B4, C1, D3. പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയാണ്. ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം ഏതാ? ആദ്യത്തെ സ്വകാര്യ തുറമുഖം പിപ്പവാവാണ്. വലുതാണ് മുന്ദ്ര. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853 ആണ്. 1853. ഇനി കൊങ്കൺ റെയിൽവേയുടെ നീളം. കൊങ്കൺ റെയിൽവേയുടെ നീളം എത്രയാണ്? 760 കിലോമീറ്റർ ആണ്. 760 കിലോമീറ്റർ. ഇനി ചേരുംപടി ചേർക്കാനാണ്. ഭിലായ് ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെയാണ്. റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അതായത് A3B1, C2. മൈത്രി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശിനെയാണ്. ഇന്ത്യ ബംഗ്ലാദേശ്.
ഇന്ത്യയിൽ ആദ്യമായി ദൂരദർശൻ സംപ്രേഷണം ചെയ്തത് എന്നാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദൂരദർശൻ സംപ്രേഷണം 1959 സെപ്റ്റംബർ 15 1959 സെപ്റ്റംബർ 15. നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ പത്രം ബോംബെ സമാചാറാണ്. ബോംബെ സമാചാർ. ആദ്യ പത്രമാണ് ബംഗാൾ ഗസറ്റ്. ഇനി ദേശീയ തപാൽ ദിനം എന്നാണ്? ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10 ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനം. ലോക തപാൽ ദിനമാണ് ഒക്ടോബർ 9. ഇനി ഇന്ത്യയിലെ ആസൂത്രിത വ്യവസായ നഗരം ആസൂത്രിത വ്യവസായ നഗരം ഏതാ? ജംഷഡ്പൂർ ആണ്. ജംഷഡ്പൂർ. പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക പ്രദേശം ഏതാ? ചിറ്റൂരാണ്. ചിറ്റൂര്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ഇനി നാഷണൽ ഷുഗർ കെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കാൺപൂരാണ്. ഇനി തേയില കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തേയില കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആസാമാണ്. പാലുൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം? പാലുൽപാദനത്തിൽ 1ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യ. 2ാം സ്ഥാനമാണ് അമേരിക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ജാംനഗർ ആണ്. ജാംനഗർ. ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് ജാംനഗർ. ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ആണ് ദിഗ്ബോയ്. ഇത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ്. പെട്രോളിയം ഖനി അല്ലെങ്കിൽ എണ്ണപ്പാടം എന്നൊക്കെ ചോദിച്ചാൽ മുംബൈ ഹൈ ആണ്. ഇനി പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആണ്. എന്നാൽ ഏറ്റവും വലുത് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുതാണ് ടിസ്കോ എന്ന് പറയുന്നത്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ദക്ഷിണേന്ത്യയിലെയാണ് ഏത്? വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ഝാറിയ. മണികരൺ ജിയോ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഇനി ചേരുംപടി ചേർക്കാനാണ്. കൂടംകുളം എവിടെയാണ്? താപവൈദ്യുത നിലയം കൂടംകുളം തമിഴ്നാട്. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശാണ്. കക്രപ്പാറ ഗുജറാത്ത്. കൈഗ കർണാടക. നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാ വരിക? A3 ആണ്. A3 B4 C1 D2. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹ്രി അണക്കെട്ടാണ്. ഇനി ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മഹാനദി. തെഹ്രി ഭാഗീരഥി. പോങ് ബിയാസ് അലമാട്ടി എന്ന് പറയുന്നത് കൃഷ്ണ നദിയിലുമാണ്. അപ്പോൾ A3 ആണ്. A3 B4 C1 D2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ്. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്താണ്? പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ്. പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇനി അതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്താ? ഡ്യൂറൻഡ് രേഖ എന്ന് തന്നെയാണ്. ഇന്ത്യ ചൈന മക്മഹോൻ രേഖ. ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ഡ്യൂറൻഡ് രേഖയുമാണ്. അപ്പോൾ A1 ആണ്. അപ്പോൾ A1 എല്ലാത്തിലും A1 തന്നെയാണ്. പിന്നെ ഏതാ? B3 ആണ് വരുന്നത്. B3. ഇനി C4 ആണ്. C4. ഓക്കെ. അപ്പോൾ C4 D2. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. ഇതെല്ലാം ഒരുപോലെ തന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ മാറിപ്പോയതാണ്. ഓപ്ഷൻസ് എല്ലാം ഒരുപോലെ ആയിപ്പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഏതാ? A1 എന്ന് പറയുന്നതും B3 അതേപോലെ തന്നെ C4 D2 എല്ലാം അതുപോലെ തന്നെ തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പഠിക്കുക. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ലോക വനദിനം എന്ന മാർച്ച് 21 ആണ്. ഇനി വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന സംരംഭം അറിയപ്പെടുന്നത് വനശ്രീ എന്നാണ്.
ചേരുംപടി ചേർക്കാനാണ് ചിപ്കോ പ്രസ്ഥാനം. ആരാണ് അതിന് നേതൃത്വം നയിച്ചത്? ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പട്കർ ആണ്. അപ്പിക്കോ മൂവ്മെന്റ് പാണ്ഡുരംഗ ഹെഡ്ഗെ. പ്ലാച്ചിമട സമരം മൈലമ്മ. അപ്പോൾ ചിപ്കോ സുന്ദർലാൽ ബഹുഗുണ, നർമ്മദ ബച്ചാവോ മേധാ പട്കർ, അപ്പിക്കോ പാണ്ഡുരംഗ ഹെഡ്ഗെ, പ്ലാച്ചിമട മൈലമ്മ. അപ്പോൾ A4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. A4B3 C2 D1. ഓക്കെ. ഇനി മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതാണ്? താലോലം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് താലോലം. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് അനുയാത്ര. ഇനി ചേരുംപടി ചേർക്കാനാണ് അനീമിയ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയിട്ടുള്ള പദ്ധതി ഏതാണ്? വിവാ കേരളം. മന്ദഹാസം എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുന്നതാണ് സ്നേഹസാന്ത്വനം. ഓട്ടിസം ബാധിച്ചവർക്കുള്ള പരിപാടിയാണ് ഏത്? പദ്ധതിയാണ് സ്പെക്ട്രം. അപ്പോൾ അനീമിയ, വിവാ കേരളം, മന്ദഹാസം, മുതിർന്ന പൗരന്മാർ, എൻഡോസൾഫാൻ, സ്നേഹസാന്ത്വനം, ഓട്ടിസം, സ്പെക്ട്രം. A3B1 C4 D2. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടാണ് റിവിഷൻ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാം നിങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.